മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 6 പഞ്ചായത്തുകൾ ചേർന്നാണ് വള്ളിക്കുന്ന് മണ്ഡലം. ഇപ്പോഴേ മലപ്പുറം ജില്ലയിലും എല്ലാ മണ്ഡലം കണ്ട പോലെ UDFന് ഒരു അപ്പർ ഹാൻഡ് എല്ലായിടത്തും ഉണ്ട്, എല്ലാ മണ്ഡലത്തിലുണ്ട്. ഇവിടെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 50% വോട്ട് UDF നേടിയിരിക്കുകയാണ്. 88,287 വോട്ട്. സ്വതന്ത്രരും മറ്റുള്ളവരും കൂടെ 46,438 വോട്ട്. LDF 23,986 വോട്ട്. 13% ഉള്ളൂ. 20%-ലും താഴെയാണ് LDF. CPM-ന്റെ പാർട്ടി ചിഹ്നങ്ങളിൽ, പ്രധാന പാർട്ടി ചിഹ്നങ്ങളിൽ മത്സരിക്കുന്നു മുന്നണിയിൽ. പിന്നെ BJP NDA 17,000 വോട്ടുണ്ട്, 10% താഴെയാണ്. അതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വള്ളിക്കുന്ന് തുടർച്ചയായി 2021 വരെ ലീഗ് നിലനിർത്തുന്ന മണ്ഡലമാണ്. ഇപ്പോൾ ഉള്ള സിറ്റിംഗ് MLA അബ്ദുൾ ഹമീദാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ 47 നല്ലൊരു മാർജിന്, ഒരു 15,000 വോട്ടിന്റെ ഒക്കെ മാർജിന് ജയിച്ചാണ്. പക്ഷെ ഇപ്പൊ സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA മാറി. TV ഇബ്രാഹിം എന്നുള്ള ആളാണ് ഇപ്പൊ സ്ഥാനാർത്ഥി. LDFന്റെ CP മുസ്തഫ, BJP പ്രേമൻ മാസ്റ്റർ. എന്തായാലും വള്ളിക്കുന്നിന്റെ ഇപ്പോഴത്തെ നിലവാരമെടുത്ത് 50% വോട്ട് ലോക്കൽ ബോഡിയിൽ നേടുകയും 100ഓളം മെമ്പർമാരും ഉള്ളപ്പം LDFന് 15 ഉള്ളു രണ്ടാമത്. അത്രയാകുമ്പോൾ ഒരു സ്ട്രോങ് ലീഡ്. ന്യൂനപക്ഷ മേഖലകളിൽ എറണാകുളം നോക്കുകയാണെങ്കിലും മലപ്പുറം നോക്കുകയാണെങ്കിൽ അവിടെ ക്രിസ്ത്യൻ വോട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഇടുക്കിയിലൊക്കെ ആണെങ്കിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ UDFന് അനുകൂലമായിട്ട് വലിയൊരു കോർണറിങ് ഓഫ് വോട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്. അത് ശരിക്കും പ്രതിഫലിക്കുന്നുണ്ട്. ഇത്തവണ മിക്കവാറും LDF പലയിടങ്ങളിലും വളരെ ചെറിയ വോട്ട് ഷെയറിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും വള്ളിക്കുന്ന് ലീഗ് ഒരു കംഫർട്ടബിൾ മാർജിൻ ജയിച്ച് അത് നിലനിർത്തുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ.